നമസ്കാരം. പ്രധാന വാർത്തകൾ. നഗര നവീകരണ പ്രവർത്തനങ്ങൾ നീളുന്നത് ചെർപ്പളശ്ശേരി ടൗണിലെ യാത്ര ദുരിതപൂർണമാക്കുന്നു. കുഴികളും ചെളിയും നിറഞ്ഞുകിടക്കുന്ന നഗരത്തിൽ കാൽനടയാത്ര പോലും അസാധ്യം. ഓണം അടുക്കെ നഗരം നേരിടുന്നത് രൂക്ഷമായ ഗതാഗത പ്രതിസന്ധി. ഒറ്റപ്പാലം വരോട് 4-ാം മൈലിലെ കരിങ്കൽ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് രാപ്പകൽ സമരം. CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതിയാണ് സത്യാഗ്രഹം നടത്തുന്നത്. അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്നും ആവശ്യം. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ 3 മാസമായി SHO ഇല്ല. മോഷണം ഉൾപ്പെടെയുള്ള പ്രധാന കേസുകളുടെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിൽ വിഷയം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉടൻ നിയമനമുണ്ടാകുമെന്നും DYSP. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയൻ പ്രക്ഷോഭത്തിൽ. ഒറ്റപ്പാലത്തും മണ്ണാർക്കാടും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര കേരള സർക്കാരുകൾ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന നേതാക്കൾ. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം വീടുകളിൽ നിന്ന് തുടങ്ങണമെന്ന് നജീബ് കാന്തപുരം MLA. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പെരിന്തൽമണ്ണയിൽ MLAയുടെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാന അധ്യാപക അവാർഡിന്റെ തിളക്കത്തിൽ ശ്രീകൃഷ്ണപുരവും. ഈശ്വരമംഗലം ശ്രീരാമജയം LP സ്കൂൾ പ്രധാന അധ്യാപകൻ ദേവരാജനെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരം. വാർത്തകളിലേക്ക് വിശദമായി. ദുരിതം പേറി ചെർപ്പളശ്ശേരിയിലെത്തുന്ന യാത്രക്കാർ. കുണ്ടും കുഴികളും ചെളിയും നിറഞ്ഞുകിടക്കുന്ന നഗരത്തിലൂടെ സർക്കസ് കളിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ യാത്രക്കാർ. ഒരു കൂട്ടം മണ്ണെങ്കിലും ഇട്ട് കുഴി അടച്ചുകൂടെ എന്നാണ് ആളുകളുടെ ചോദ്യം. ഓണം ഇങ്ങെത്തി നിൽക്കെ നഗരത്തിലെ തിരക്കും കുരുക്കും എന്താകുമെന്ന് കണ്ടറിയണം. എത്ര പറഞ്ഞ കാലം ജനങ്ങൾക്ക് നടക്കാൻ പോലും വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ ചളിമണ്ണിൽ കൂടെ ആൾക്കാർ നടക്കാൻ മടിക്കാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു റോഡിന്റെ പണിയെടുക്കുന്ന ആളുകളെ കുണ്ടും കുഴിയും തൂർക്കാൻ അവരിത് കൂടെ ഉൾച്ചാലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്കിത് അറിയുന്നില്ല. മാസങ്ങളായി റോഡും ഇതൊക്കെ ഈ അവസ്ഥയിൽ കിടക്കണേ. കസ്റ്റമർ കയറണില്ല. മഴ പെയ്താൽ അതുപോലെയുള്ള ആകെ ചളിയും പ്രശ്നങ്ങളുമാണ്. ഇതിപ്പോൾ പെട്ടെന്നൊന്നും തീരും തോന്നണില്ല. ഇത് വിത്തിറക്കാൻ ഉഴുതുമറിച്ച നെൽപ്പാടങ്ങളല്ല, ചെർപ്പളശ്ശേരി നഗരമധ്യത്തിലെ കാഴ്ചയാണ്. കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ചെളിക്കുളമായി മാറിയിരിക്കുകയാണ് ചെർപ്പളശ്ശേരി നഗരം. റോഡിലുടനീളം വലിയ കുഴികളാണ്. മഴ പെയ്താൽ ചെളിക്കുളങ്ങളും വെയിലായാൽ പൊടിപടലവും. സഹികെട്ട അവസ്ഥയിലാണ് ചെർപ്പളശ്ശേരിയിലെ യാത്രക്കാരും കച്ചവടക്കാരും. നഗര നവീകരണ പ്രവൃത്തികൾ ഇഴയുന്നതാണ് ചെർപ്പളശ്ശേരിയിലൂടെയുള്ള യാത്ര ദുരന്തപൂർണമാക്കുന്നത്. മാസങ്ങളായി ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോണത്. ഇപ്പോൾ അതെ നടന്നു വരാൻ പോലും പറ്റാത്ത അവസ്ഥ ഇല്ല. ആരും തയ്യാറാണില്ല. ഇതിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ഇവിടെ. അയ്യപ്പൻകാവ് മുതൽ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ വരെ ഇതുതന്നെയാണ് അവസ്ഥ. ഓണത്തിരക്ക് കൂടി തുടങ്ങിയതോടെ കുരുക്കഴിയാത്ത നഗരമായി ചെർപ്പളശ്ശേരി മാറിയിരിക്കുകയാണ്. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ ചളിമണ്ണിൽ കൂടെ ആൾക്കാർ നടക്കാൻ മടിക്കാണ്. അയ്യപ്പൻകാവിന്ന് ഒറ്റപ്പാലം റോഡ് വരെ പോകണമെങ്കിൽ നല്ല പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു റോഡിന്റെ പണിയെടുക്കുന്ന ആളുകളെ കുണ്ടും കുഴിയും തൂർക്കാൻ അവരിത് കൂടെ ഉൾച്ചാലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്കിത് അറിയുന്നില്ല. പിന്നെ പോലീസുകാരാണെങ്കിൽ വണ്ടി നോ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് റോഡിൽ നിന്ന് വിട്ടു നിർത്തണ്ട, റോഡിന് അരിക്ക് നിർത്തിയാലും അവർ ഫൈൻ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോൾ നമുക്ക് നല്ല പ്രശ്നമാണ്. ഇത് എത്രയും പെട്ടെന്ന് പണി നിർത്തും ജനങ്ങളുടെ ഗതാഗതം ബുദ്ധിമുട്ടില്ലാതെ ആക്കി തീർക്കാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, എല്ലാ തൊഴിലാളികളും. അത് ആരും ചെയ്യുന്നില്ല. അതിന് ഞങ്ങൾ അനിശ്ചിത പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങാൻ തീരുമാനത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഓണം കഴിഞ്ഞതിന് മുമ്പ് പണി നടക്കണ്ടോ നോക്കട്ടെ കാത്തിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എങ്ങനെ ചെയ്യേണ്ടതല്ല ഞങ്ങൾ തീരുമാനിച്ചു. തന്നെ ഇവിടെ ഗതാഗതം നേരങ്ങത്തിലാക്കി എപ്പോഴാണ് ചെയ്യണമെങ്കിൽ അതുവരെ ഞങ്ങൾ ഇവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കും. അതാണ് ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഇപ്പം എല്ലാവരും ഇവിടെ നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് ചാർജ് ഇട്ടു പോയി. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാകുമ്പോൾ ഞങ്ങൾ എവിടേക്കത് മുന്നോട്ട് പോവുക? സന്ദർഭം അനുസരിച്ച് പ്രവൃത്തികൾ നടക്കുന്നില്ല. പ്രവൃത്തി ഒരുവിധം നടക്കുന്നുണ്ട്, പക്ഷേ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ നീങ്ങുന്നില്ല. വളരെ പ്രയാസങ്ങളാണ് കാണുന്നത്. അതുപോലെ നടക്കാനും അതുപോലെ ഫുട്പാത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രയാസമായിട്ടാണ് നടക്കുന്നത്. റോഡ് അതുപോലെ വാഹനം ഓടിക്ക് പോകാൻ പ്രത്യേകിച്ച് ഈ EMS റോഡ് വളരെ പ്രയാസമാണ്. ഇവിടെ വണ്ടി വന്ന് തിരിഞ്ഞു പോകാനും അതിൻ്റെ കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ EMS റോഡ് ഇവിടെ ഈ മെയിൻ റോഡിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ വർക്ക്
എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. കാരണം ഈ പൈപ്പ് ലൈൻ വലിക്കുക കാരണം വളരെ ബുദ്ധിമുട്ടിലാണ്. പാസിങ്ങും മറ്റുള്ള കാര്യങ്ങളും വളരെ അപകടത്തിലാണ് കാണുന്നത്. വാട്ടർ അതോറിറ്റിയുടെയും KSEBയുടെയും പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനാലാണ് റോഡിലെ ടാറിംഗ് പ്രവൃത്തികൾ വൈകുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ താൽക്കാലികമായി റോഡിലെ കുഴികൾ അടയ്ക്കുമെന്ന് നഗരസഭാ അധികൃതരും MLAയും ഉറപ്പു നൽകിയിരുന്നെങ്കിലും ദിനംപ്രതി കുഴികളുടെ എണ്ണം കൂടുകയല്ലാതെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ചെളിക്കുഴികളിൽ വീഴാതെ നഗരം കടന്നുപോവുക പ്രയാസം. ഓണത്തിനു മുമ്പ് നഗരത്തിൽ ആദ്യഘട്ട ടാറിംഗ് നടത്തുമെന്ന് MLA ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനുള്ള സാധ്യത വിരളമാണ്. അങ്ങനെയെങ്കിൽ ഓണത്തിരക്ക് കൂടി വന്നാൽ നഗരത്തിലെത്തുന്നവർ നട്ടം തിരിയുമെന്നുറപ്പ്. അധികാരികൾ നോക്കുകുത്തികളായാൽ സഹിക്കുകയല്ലാതെ എന്തു ചെയ്യുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം. ഒറ്റപ്പാലം റോഡ് 4-ാം മൈലിലെ കരിങ്കൽ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. അനങ്ങന്മലയെ സംരക്ഷിക്കുക, ഡാർക്ക് സ്റ്റോൺ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ക്വാറിക്ക് മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം തുടങ്ങിയത്. CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ ക്വാറി വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നുണ്ട്. അങ്ങനെ അവർ നടത്തുന്ന സമരത്തിന് എന്താണ് ആത്മാർത്ഥത? അവർക്ക് ഒരു കാലഘട്ടത്തിലും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. അതേസമയം CPIMന്റെ നേതൃത്വത്തിലാണ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലങ്ങളിലും ഇടപെട്ടിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രകൃതി നിലനിന്നാൽ മാത്രമാണ് നമുക്ക് നിലനിൽക്കാൻ വേണ്ടി കഴിയൂ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലകളും കുന്നുകളും പുഴകളും കുളങ്ങളും കൃഷിസ്ഥലങ്ങളും എല്ലാം നിലനിന്ന് പോയാൽ മാത്രമാണ് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നത് ഏവർക്കറിയുന്ന കാര്യങ്ങളാണ്. സമരസമിതി ചെയർമാൻ CP ശശി അധ്യക്ഷനായി. കൺവീനർ IM സതീശൻ, K. അബ്ദുൽ നാസർ, T. ലത, M. അക്ബർ അലി, T. സബിത, NR രഞ്ജിത്ത്, മറ്റ് CPM നേതാക്കളും പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട് സ്റ്റേഷനിൽ SHO ഇല്ലാതായിട്ട് 3 മാസം പിന്നിടുന്നു. മോഷണങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളുടെ അന്വേഷണം വഴിമുട്ടുകയാണെന്ന് താലൂക്ക് വികസന സമിതിയിലും ചർച്ചയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എത്തിയ SHO തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സ്ഥലം മാറി. മറ്റ് സ്റ്റേഷനുകളിലെല്ലാം SHO നിയമനം നടത്തിയെങ്കിലും മണ്ണാർക്കാട് മാത്രം നിയമനം ഉണ്ടായില്ല. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സായ സ്റ്റേഷനിൽ SHOയുടെ നിയമനം വൈകുന്നതിന്റെ കാരണം പോലീസുകാർക്കും വ്യക്തമല്ല. SHO പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുന്ന കാര്യം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉടൻ നിയമനം ഉണ്ടാകുമെന്നും മണ്ണാർക്കാട് DYSP സുന്ദരൻ പറഞ്ഞു. മണ്ണാർക്കാട് സമീപകാലത്ത് മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. കുമരംപുത്തൂർ പയ്യനേടം കുളർമുണ്ടയിൽ വീട് കവർച്ചയ്ക്കെത്തിയ 4-അംഗ സംഘത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. പിടിയിലായ ആളുടെ കൂട്ടാളികളെ പിടികൂടാൻ പോലീസിനായില്ല. മണലടിയിലെ വീട്ടിൽ നിന്ന് 20 ലക്ഷം കവർന്നെന്ന പരാതിയിലും ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൂടെയുണ്ടായിരുന്നവരെക്കുറിച്ച് വിവരമൊന്നുമില്ല. തെങ്കർ ചിറപ്പാടത്ത് വീട് കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന കേസിൽ പ്രതികളെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മോഷണക്കേസിനു പുറമെ നിരവധി കേസുകളാണ് മണ്ണാർക്കാട് സ്റ്റേഷനിൽ എത്തുന്നത്. നിലവിലെ SI ആണ് SHOയുടെ ചുമതലയും നിറവേറ്റുന്നത്. ഉടൻ തന്നെ SHOയെ നിയമിക്കണമെന്ന് താലൂക്ക് വികസന സമിതി അംഗം PR സുരേഷ് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അധികാരപ്പെട്ട ഒരു SHO ഇവിടെ വേണം. ഇതുപോലുള്ള കേസ് ഈ ക്രമസമാധാന മേഖലയിൽ ഞങ്ങൾക്ക് സംരക്ഷണം വേണം. അല്ല, ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തില്ല. ഇത് ജനാധിപത്യ ഭരണകൂടത്തിന് മുമ്പിൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് SP-ക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. അങ്ങനെ കൃത്യമായ അന്വേഷണം ഉണ്ടാവില്ല. സമരം നടത്തുമ്പോൾ അതിൽ നടപടിയെടുക്കാൻ മാത്രം പോലീസ് ഉണ്ടായിരുന്നതല്ലോ. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് ഈ കവർച്ചകൾ മണ്ണാർക്കാട് നടത്തുന്നു. കൊലപാതകം നടന്ന മാത്രമേ ഇപ്പോൾ പോലീസായ ഒന്ന് അന്വേഷിക്കുന്നുള്ളല്ലോ. ഇത് നടക്കണം. 20 ലക്ഷം രൂപ ഈ തൊട്ടടുത്താണ് പിന്നെ മോഷണം പോയത്. അപ്പൊ അതിൽ നടപടി വേണം. ഈ SHOനെ അടിയന്തരമായിട്ട് നിയമിക്കാനും ഊർജിതമായ അന്വേഷണം ആ കാര്യത്തിൽ നടത്താനും SP-ക്ക് നമ്മുടെ സഭയുടെ ശുപാർശ അയക്കണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള NGO യൂണിയൻ ഒറ്റപ്പാലത്ത് മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഷാജി ഉദ്ഘാടനം ചെയ്തു. തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുറിച്ചുകൾ അമമാക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ 9ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NGO യൂണിയൻ ഒറ്റപ്പാലം പട്ടാമ്പി ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി ഒറ്റപ്പാലത്ത് മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ലക്ഷ്മി തിയേറ്ററിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കേരള ബാങ്കിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഷാജി ഉദ്ഘാടനം ചെയ്തു. മോദി ഗവൺമെന്റ് ഭരണം നടത്തുക, അതല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര യൂണിയൻ ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ പ്രാദേശിക ഗവൺമെന്റോ ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഭരണഘടന നടപ്പാക്കുക എന്നുള്ളതാണ്, അല്ലേ? ആ ഭരണഘടന നടപ്പാക്കുന്ന കാര്യത്തിൽ എത്രമാത്രം വിജയിക്കുവാൻ കഴിഞ്ഞവരാണ് ആ ഭരണഘടനയെ ചുംബിച്ചത്? പ്രിയമുള്ളവരെ, ഭരണഘടനയുടെ അന്തസത്ത, അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ നൂതനമായ ആശയങ്ങൾ, ആ ആശയങ്ങളിൽ എത്രമാത്രം നീതി പുലർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു പുത്തനാശയമാണല്ലോ ജനാധിപത്യം, അല്ലേ? മറ്റൊരാശയമാണല്ലോ മതേതരത്വം, മതനിരപേക്ഷത, ഫെഡറലിസം, അല്ലേ? ഇത്തരം പുത്തനാശയങ്ങളോട് നീതി പുലർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി മനോജ് അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ എം പ്രസാദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ശിവദാസ് തുടങ്ങിയവരും സംസാരിച്ചു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് NGO യൂണിയൻ മണ്ണാർക്കാട് ടൗണിൽ മാർച്ചും ധർണയും നടത്തി. കോടതിപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പാക്കുക, സിവിൽ സർവീസിന് തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, HPA മെഡിസെപ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക, വർഗീയതയെ ചെറുക്കുക, വിലകയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. സംസ്ഥാന കമ്മിറ്റി അംഗം സിന്ധുരാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിലും ആ മുദ്രാവാക്യത്തിന് വളരെയേറെ പ്രസക്തി കൂടിക്കൂടി വരികയാണ്. അല്ലെങ്കിൽ നമ്മുടെ മുദ്രാവാക്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടം തന്നെയാണിത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയാണിത്. ഒരു ചരിത്രപ്രധാനമായ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP വിചാരിച്ച പോലെ, അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ചിരുന്ന പോലെ 400 സീറ്റുകളിലൊന്നും വരാനായില്ലെങ്കിലും വളരെ പരിമിതപ്പെട്ടുകൊണ്ട് 240 സീറ്റുകളിൽ വന്നിട്ടും സഖ്യകക്ഷികളുമായി ചേർന്ന് ഭരണം വീണ്ടും അവരുടെ മേൽ തന്നെ വന്നിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇന്ദിരാദേവി അധ്യക്ഷത വഹിച്ചു. TP സന്ദീപ്, K രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ BMSന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി S രാജേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്ന സംസ്ഥാന സർക്കാർ നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ പട്ടാമ്പി തൃത്താല മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ
ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് അന്ന് 3 ലാഭാക്കിക്കൊണ്ടുള്ള ഈ ക്ഷേമനിധി പദ്ധതി തുടങ്ങിയത് 1990. അങ്ങനെ 3 സ്ലാബുകളിൽ കൂടി 60 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ പലിശ സഹിതം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അതുപോലെ തന്നെ 60 വയസ്സ് പൂർത്തിയായാൽ പെൻഷൻ ഒരു മുടക്കം കൂടാതെ തരുമെന്നും ഈ 60 വയസ്സ് കാലഘട്ടങ്ങളില് വിവാഹം തൊട്ട് മരണം വരെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നും വിദ്യാഭ്യാസ മേഖലയിലും അപകട മേഖലകളിലെല്ലാം നിങ്ങൾക്ക് വീഴ്ച കൂടാതെ ആനുകൂല്യം തരുമെന്നെല്ലാം പറഞ്ഞ് എല്ലാവരെയും ക്ഷേമനിധിയിൽ ചേർക്കുകയുണ്ടായി. എസ് ശശി അധ്യക്ഷനായി. പരമൻ, രാമദാസ്, ശശി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി MLAയുടെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ യോഗം ചേർന്നു. ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള പ്രവർത്തനം കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നും ലഹരി വിപത്തിനെതിരെ സമൂഹം ഒന്നാകെ പ്രവർത്തിക്കണമെന്നും MLA പറഞ്ഞു. ഓണക്കാലത്ത് സ്പെഷ്യൽ ഡ്രൈവ് നടപടികൾ ശക്തമാക്കുമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു. ലഹരി വിപത്ത് തടയുന്നതിന് ഊർജിതമാക്കേണ്ട പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് യോഗം ചേർന്നത്. യോഗത്തിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് തല യോഗവും ഇതോടൊപ്പം നടന്നു. ലഹരി, മയക്കുമരുന്ന് വസ്തുക്കൾക്കെതിരെ വീടുകളിൽ നിന്ന് പ്രവർത്തനം തുടങ്ങണമെന്നും ഈ സാമൂഹ്യ വിപത്ത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നും MLA പറഞ്ഞു. സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ടത് അനിവാര്യമാണെന്നും MLA വ്യക്തമാക്കി. ഇന്നത്തെ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരിയുടെ വിപത്ത് എല്ലാവർക്കും അറിയാം. അതെല്ലാവർക്കും അവനവന് വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണെന്ന് പറയാം. പക്ഷെ ഇതൊരു ജനറലൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതൊരു പൊതുപ്രശ്നമായിട്ട് മാത്രം കാണാം. ആ പൊതുപ്രശ്നം എന്നുള്ള മാറ്റിയിട്ട് അവനവന്റെ വീട്ടിലെ പ്രശ്നമാണ് എന്നതിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കണം. അപ്പോഴേ ഇതിനെക്കുറിച്ച് ആളുകൾക്കും ഭയങ്കര ഭയപ്പാടുണ്ടാവണം. ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു ഭയപ്പാട് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നമ്മളിപ്പോൾ ശരിക്കും ലഹരിക്ക് അടിമയായ ആളുകളുടെ ഒരു ഏറ്റവും വിപൽക്കരമായ ഒരു അവസ്ഥ കാണുമ്പോൾ മാത്രമേ പലർക്കും ഇത് ബോധ്യമാവും. ഇവര് ഒരു തമാശക്ക് ഉപയോഗിക്കുന്നതിൽ അപ്പുറത്ത് ഈ അവനവന്റെ ലൈഫാണ് ഇത് കളയുന്നത്, അല്ല അവനവന്റെ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളുമാണ് ഇവർ തല്ലിക്കെടുത്തുന്നത് എന്നുള്ള നല്ല ബോധ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ നേരത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം മൈക്രോ ലെവലിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പോൾ കുടുംബശ്രീകളാവട്ടെ, നമ്മളെ ക്ഷേത്ര കമ്മിറ്റികൾ, മഹല്ല് കമ്മിറ്റികൾ, അങ്ങനത്തെ പൊതുസ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമുക്കതിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ജനപ്രതിനിധികൾ എന്ന നിലക്ക് പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു മോണിറ്ററിങ് ഒരു ബോഡി നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. നഗരങ്ങൾ വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് മയക്കുമരുന്ന് ഉപയോഗവും കൂടിയിട്ടുണ്ടെന്നും പരിശോധന ശക്തമാക്കണമെന്നും ചടങ്ങിൽ സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പറഞ്ഞു. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ, യുവസംഘടനകളുടെ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V. അനൂപ് കഴിഞ്ഞ മാസത്തെ പെരിന്തൽമണ്ണ എക്സൈസിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുമെന്നും ഓണക്കാലത്തെ സ്പെഷ്യൽ ഡ്രൈവ് നടപടികൾ ശക്തമാക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V. അനൂപ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് നമ്മൾ ചാരായത്തിൻ്റെയും മറ്റു അബ്കാരി ഇതിൻ്റെ ഉപയോഗങ്ങളും അതിൽ സംഭരണം, ഉൽപ്പാദനം, വിപണനം എന്നിവ തടയിടാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക മീറ്റിംഗാണ് നമ്മൾ ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തത്. അത് വളരെയേറെ അതിൽ ഒരുപാട് ജനപ്രതിനിധികൾ പങ്കെടുത്തു. ഒരുപാട് വേറെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതിൽ ഉണ്ടായി. അതിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിനനുസരിച്ചുള്ള നടപടികളും ഉണ്ടാവും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല, ഒരു ഉപേക്ഷ ഉണ്ടാവില്ല. നിയന്ത്രണം വിട്ട കാർ തലകീഴായി 2 തവണ മറിഞ്ഞ് റോഡിന് കുറുകെ നിന്നു. അലനല്ലൂർ KCB ഓഫീസിന് സമീപം തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് അപകടം. കാറിലുണ്ടായിരുന്ന താഴേക്കോട് സ്വദേശികളായ 6 പേർക്ക് നിസ്സാര പരിക്കേറ്റു. മേലാറ്റൂർ ഭാഗത്തു നിന്നും അലനല്ലൂർ ഭാഗത്തേക്ക് വന്ന കാറാണ് കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ അലനല്ലൂർ KCB ഓഫീസിന് സമീപം അപകടത്തിൽപ്പെട്ടത്. തലകീഴായി 2 തവണ മറിഞ്ഞ ശേഷം കാർ റോഡിന് കുറുകെ നിന്നു. നടക്കുന്ന അപകട ദൃശ്യം സമീപത്തെ സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്.
താഴേക്കോട് മുദ്രമണ്ണ സ്വദേശികളായ 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഈ സമയം മറ്റു വാഹനങ്ങളും ആളുകളും റോഡിൽ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന അധ്യാപക അവാർഡിന്റെ തിളക്കത്തിൽ ശ്രീകൃഷ്ണപുരവും. ഈശ്വരമംഗലം ശ്രീരാമജയം LP സ്കൂൾ പ്രധാന അധ്യാപകൻ ദേവരാജനാണ് 2024 സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായി അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. ഒരു മികച്ച സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് ദേവരാജൻ മാസ്റ്റർ. 1990 മുതൽ അധ്യാപകനും 1995 മുതൽ പ്രധാന അധ്യാപകനുമാണ് ദേവരാജ്. താലൂക്കിലെ തന്നെ പഴക്കമേറിയ വിദ്യാലയങ്ങളിലൊന്നായ ശ്രീരാമജയം ALP സ്കൂളിൽ മികച്ച ഭൗതിക സാഹചര്യങ്ങളൊരുക്കിയും പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയും ജില്ലയിലെ അറിയപ്പെടുന്ന പൊതുവിദ്യാലയമായി വളർത്തിയതിൽ ദേവരാജൻ മാസ്റ്ററുടെ പങ്ക് വലുതാണ്. ദേവരാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. പഠനയാത്രകളും വിവിധ മേഖലകളിലെ പ്രമുഖരുമായുള്ള അഭിമുഖങ്ങളും കുട്ടികൾക്ക് പുതുവഴികാട്ടിയായി. സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ജൈവം നെൽകൃഷി നടത്തി ഹരിതം, ഗ്രാമശ്രീ എന്നീ ബ്രാൻഡുകളിൽ അരി പുറത്തിറക്കിയിരുന്നു. ഈ വർഷം മുതൽ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ മികച്ച കർഷകന് പുരസ്കാരവും നൽകി വരുന്നുണ്ട്. പരിസ്ഥിതി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി ദേശീയ തലത്തിൽ നടന്ന റാലി ഫോർ റിവേഴ്സ് മത്സരത്തിൽ 2ാം സ്ഥാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ശ്രീരാമജയം ALP സ്കൂൾ നേടിയിട്ടുണ്ട്. പ്രകൃതിയെ പാഠശാലയായി കണ്ടുകൊണ്ട് ക്ലാസ് മുറികൾക്ക് അകത്തും പുറത്തും ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കുട്ടികൾക്ക് അവസരങ്ങളൊരുക്കാൻ ഈ അധ്യാപകൻ എപ്പോഴും ശ്രദ്ധാലുവാണ്. ഒരു മികച്ച സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ദേവരാജ് ഒറ്റപ്പാലം ഡിസ്ട്രിക്ട് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ്, കാരാകുറിശി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് PEC കൺവീനർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. ചെർപ്പുളശ്ശേരി ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനറായി ഉപജില്ലയിലെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 2017-2021 വർഷങ്ങളിൽ പാലക്കാട് റവന്യൂ ജില്ലയിൽ മികച്ച വിദ്യാലയം, മികച്ച കോർഡിനേറ്റർ, മലയാള മനോരമ നല്ലപാഠം അവാർഡ്, 5 വർഷങ്ങളിലായി ചെർപ്പുളശ്ശേരി ഉപജില്ലയിലെ മികച്ച പ്രൈമറി വിദ്യാലയത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ PTA അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം നിയോജകമണ്ഡലം സാധന വിദ്യാഭ്യാസ പരിപാടിയിൽ 2015 മികച്ച പ്രധാനാധ്യാപകനായി തിരഞ്ഞെടുത്തിരുന്നു. അധ്യാപക ദമ്പതികളായിരുന്ന പള്ളിക്കുറുപ്പ് പത്തത്ത് ഗോവിന്ദൻ നായരുടെയും ശ്രീകൃഷ്ണപുരം പട്ടത്ത് സൗദാമിനി അമ്മയുടെയും മകനാണ് ദേവരാജ്. ഈ വിദ്യാലയത്തെ സാമൂഹ്യ പങ്കാളിത്തത്തോടെ മികച്ച കൂട്ടായ്മയോടുകൂടി, അതായത് രക്ഷിതാക്കളെയും ഈ പൊതുജനങ്ങളെയും എല്ലാവരെയും കൈകോർത്തുകൊണ്ട് ഈ വിദ്യാലയത്തെ ഇതിൽ 103-104 കുട്ടികൾ വരെ വന്ന സ്ഥാനത്ത് അത് ഉയർത്തി 162 കുട്ടികളായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ പ്രീ പ്രൈമറിയിൽ തന്നെ 79 കുട്ടികൾ നിൽക്കുന്നുണ്ട്. ആ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. കുട്ടികളെ പാഠപുസ്തകത്തിനപ്പുറം പ്രകൃതിയോട് കൂട്ടിയിണക്കിക്കൊണ്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ പരമാവധി, അതേപോലെ തന്നെ ജൈവ അരിയുടെ നിർമ്മാണം, അതേപോലെ തന്നെ ഫീൽഡ് ട്രിപ്പുകൾ, നമ്മുടെ ചുറ്റുപാടും അറിയാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് കേട്ടറിയുന്നതിനേക്കാട്ടിലും നല്ലത് കണ്ടറിയുകയാണ് പഠനത്തിന് അത്യാവശ്യമെന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് കൂട്ടായ്മയിലൂടെ ഈ വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചു. പള്ളിക്കുറുപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സിന്ധു KP ആണ് ഭാര്യ. മക്കൾ സാന്ദ്ര ദേവരാജ്, ശ്രേയ ദേവരാജ്. അധ്യാപക അവാർഡ് നേടിയ ദേവരാജൻ മാസ്റ്റർക്ക് വിവിധ സംഘടനകൾ സ്വീകരണം നൽകി. KSSPA, KSSPU അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ എന്നിവർ സ്കൂളിലെത്തിയാണ് സ്വീകരണം നൽകിയത്. KSSPA നേതാക്കളായ P ഹരിഗോവിന്ദൻ, PK ശശിധരൻ, വിനീത, കരുണാകര AUP സ്കൂൾ പ്രധാനാധ്യാപകൻ K രാമദാസൻ, കരിമ്പുഴ പഞ്ചായത്ത് മെമ്പർ KK ഷൗക്കത്ത്, PM നാരായണൻ, സ്കൂൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ഈ വിദ്യാലയത്തിന് എൻ്റെ മുഖച്ഛായ മാറ്റിയ ഈ കുഗ്രാമത്തിൽ പൊതുജന പങ്കാളിത്തോടെ എങ്ങനെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്താമെന്ന് നാടിനെ കാണിച്ചു കൊടുത്ത ഒരു പ്രധാന അധ്യാപകനാണ് പ്രിയപ്പെട്ട ശ്രീ ദേവരാജൻ. അദ്ദേഹം എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആളാണ്. HM ഫോറത്തിൻ്റെ കൺവീനറായിരുന്നു, അല്ലേ? അങ്ങനെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികളുടെ ശാക്തീകരണം, പൊതുവിദ്യാലയ കുട്ടികളെ ആകർഷിക്കാനും ഒക്കെ നിരവധി പദ്ധതികൾ മലയാള മനോരമയെ ബന്ധപ്പെട്ടുകൊണ്ട്, മാതൃഭൂമിയെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ടായിട്ടുണ്ട്. അപ്പം വളരെ വളരെ അഭിമാനത്തോടു കൂടി ശ്രീകൃഷ്ണപുരത്തെ ഞങ്ങളുടെ അധ്യാപക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അഭിമാനമായി നമ്മുടെ ദേവരാജന് ഒരു സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാവിയിൽ ഒരു ദേശീയ അധ്യാപക അവാർഡും ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരൻ പ്രാർത്ഥിക്കുന്നു.
വൈലോങ്ങര ഒരാടം പാലം ബൈപ്പാസ് റോഡ് വരുന്നതിന് മുൻപ് അങ്ങാടിപ്പുറത്ത് പുതിയ ബൈപ്പാസ് റോഡ് നിർമ്മാണം. ഒരാടം പാലം മുതൽ വലിയ വീട്ടിൽപ്പടി വരെയുള്ള 1.25 കിലോമീറ്റർ റോഡ് വീതി കൂട്ടുന്നതിന് നാട്ടുകാർ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി. റോഡിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. MLA മഞ്ഞളാംകുഴി അലി സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി. അങ്ങാടിപ്പുറത്ത് കോട്ടയ്ക്കൽ വളാഞ്ചേരി റോഡുകളെ ബന്ധിപ്പിച്ച് ഒരാടം പാലം മുതൽ വലിയ വീട്ടിൽപ്പടി വരെയുള്ള 1.25 കിലോമീറ്റർ ഭാഗത്താണ് വീതി കൂട്ടി മിനി ബൈപ്പാസിന് തുല്യമായ റോഡ് നിർമ്മിക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് വഴിവെക്കുന്ന ഈ റോഡിനായി നാട്ടുകാർ സൗജന്യമായി ഭൂമി വിട്ടു നൽകി മാതൃകയായി. 1.25 കിലോമീറ്റർ വരുന്ന ഭാഗത്ത് റോഡ് വീതി കൂട്ടുന്നതിന് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കുടുംബങ്ങൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് പൊന്നും വിലയുള്ള ഭൂമി വിട്ടു നൽകിയത്. കഴിഞ്ഞ ദിവസം റോഡിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. മഞ്ഞളാംകുഴി അലി MLA സ്ഥലം സന്ദർശിച്ച് റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തികൾ വിലയിരുത്തി. ഒരു പ്രദേശത്തിന്റെ റോഡ് വികസനത്തിന് നാട്ടുകാർ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത് ഏറ്റവും മാതൃകാപരമാണെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. ജനങ്ങൾ മുഴുവനും ഈ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കുക. പുതിയ മതിലുകളാണ്, വീടിനോട് തൊട്ടടുത്തുള്ള മതിലുകളാണ്. ഇപ്പോൾ പുതുതായിട്ട് ഒരു വീട് കൂടിയിരുന്ന ഇതിൻ്റെ സ്വാമിയും കഴിഞ്ഞ് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ ആ മതിലാണ് പഠിക്കുക. ജനങ്ങൾ സ്ഥലം ഫ്രീ ആയിട്ട് തരികയാണ്. ഇതൊരു അത്ഭുതകരമായിട്ടൊരു കാര്യമാണ്. വളരെ അപൂർവമായിട്ടാണ് നമ്മളെ സ്ഥലങ്ങളിലും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതേ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 73 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. 1.5 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും വേണ്ടിവരുന്ന ഫണ്ട് കൂടി കണ്ടെത്തി റോഡ് പൂർത്തിയാക്കുമെന്ന് MLA പറഞ്ഞു. പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ MLAയുടെയൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇനി ബാക്കിയുള്ള ഫണ്ടുകൾ എവിടെ നിന്നൊക്കെ കിട്ടാനുള്ള ഫണ്ടുകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു ബൈപ്പാസ് ആയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങാടിപ്പുറം ബൈപ്പാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുകയാണ്. വൈലോങ്ങര റോഡമ്പാലം ബൈപ്പാസ് അത് നേരെ സ്റ്റേറ്റാണ്. പക്ഷേ അതായി വരണമെങ്കിൽ സമയമെടുക്കും. നമുക്ക് താമസിക്കാൻ സമയമില്ല. അപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര കഴിഞ്ഞ ട്രാഫിക്കാണ് ഇവിടെ ഉള്ളത്. ജനങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അത് വലിയ സഹായകരമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിവിടെ ഏറ്റവും അഭിനന്ദിക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ, ഇവിടെയുള്ള ആൾക്കാരത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ, നമ്മളെ പഞ്ചായത്തിലെ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻ്റൊക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഈ സ്ഥലം. അതൊരു അത്ഭുതകരമായിട്ടൊരു കാര്യം തന്നെയാണ്. ഒരു സംശയമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായവും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ MLA, അതുപോലെ തന്നെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MP എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം ഈ റോഡ് വിഷയത്തിൽ സഹകരിച്ചെന്നും എല്ലാവരുടെയും ഒത്തൊരുമയിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായി ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒന്നടങ്കം, ഈ പ്രദേശത്തുകാർ ഒന്നടങ്കം, ഇവിടുത്തെ നാട്ടുകാർ ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ ഇതിൻ്റെ തീരുമാനമാക്കിയതാണ്. ഈ ഒരു ചെറുക്കാപ്പറമ്പ് പ്രദേശത്തെ ചെറുക്കാപ്പറമ്പ് മാതൃകയായിട്ടാണ് ഈ റോഡിനെ കണക്കാക്കുന്നത്. ഈ റോഡ് കൊണ്ട് കോഴിക്കോട് മഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കോട്ടക്കൽ അതുപോലെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുവാനും, വളാഞ്ചേരി കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കോഴിക്കോട് മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ഒരു ഷോർട്ട് വഴിയാണ് ഇത് വരുന്നതോടുകൂടി ഇവിടുത്തെ ഈ പ്രദേശത്തുകാർക്ക് മൊത്തം അല്ല, ഈ സമീപ പ്രദേശത്തെ ആളുകൾക്ക് പോലും വലിയ രീതിയിലുള്ള ഗുണം ഉണ്ടാകും. ഇതിൽ പ്രത്യേകത ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒന്നടങ്കം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ഒരേ മനസ്സോടെ ഇതിൽ പ്രവർത്തിച്ചു. ബഷീർ റംലാത്തി അടക്കം, നാരായണമാഷ് അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളാണ്. ഇവരെല്ലാവരും, ബഷീറൊക്കെ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. ഇതിൽ ഈ വിഷയം, ഈ ഒരു പദ്ധതി പഞ്ചായത്ത് ഭരണസമിതിക്കും ഇവിടുത്തെ MLAക്കും വലിയൊരു മുതൽക്കൂട്ടാകും. 6 മീറ്റർ വീതിയിൽ BMBC സംവിധാനത്തിലാണ് റോഡ് നിർമ്മിക്കുക. 6 മാസം കൊണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോട്ടക്കൽ റോഡ് വഴി വരുന്ന വാഹനങ്ങൾക്ക് ചെറുക്കാപ്പറമ്പ് ഭാഗത്തു നിന്നും കോഴിക്കോട് റോഡിലേക്ക് എത്താൻ എളുപ്പമാർഗമാകും ഈ റോഡ്. മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഓരോടം പാലത്തു നിന്ന് കോട്ടക്കൽ റോഡിലേക്ക് എത്താനും സാധിക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് കോടതി സമുച്ചയത്തിന് സർക്കാർ സ്ഥലം അനുവദിച്ചു. നിലവിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിക്കും SC/ST കോടതിക്കും പുറകിൽ ഇറിഗേഷൻ വകുപ്പിന്റെ 50 സെന്റ് സ്ഥലമാണ് കോടതിക്കായി വിട്ടു നൽകുന്നത്. മണ്ണാർക്കാട് കോടതി സമുച്ചയത്തിന് 50 സെന്റ് സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2016 മണ്ണാർക്കാട് ബാർ അസോസിയേഷൻ അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്ഥലം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയത്.
SC/ST ജില്ലാ കോടതിയും കൂടിയും പ്രവർത്തിക്കുന്നതിനാൽ വലിയ തിരക്കാണ് മണ്ണാർക്കാട് കോടതിയിൽ അനുഭവപ്പെടാറുള്ളത്. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണം, പട്ടാമ്പി ടൗണിലെ കയ്യേറ്റം ഒഴിപ്പിക്കലും പ്രാഥമിക നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന മുഹമ്മദ് മൂസിൻ MLA. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പട്ടാമ്പി നീള ആശുപത്രി, IPT കോളേജ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ, വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഇത് സംബന്ധിച്ച് വകുപ്പ് മേധാവികൾക്കും ഉദ്യോഗസ്ഥർക്കും MLA നിർദ്ദേശം നൽകി. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വ്യാപാരികളും കെട്ടിട ഉടമകളും സഹകരിക്കണമെന്ന് MLA അഭ്യർത്ഥിച്ചു. ഒഴിക്കുന്നതിനുള്ള വ്യാപാരികളും കടവുടമകളും ഒക്കെ സഹകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു ടൗണായിട്ട് പട്ടാമ്പി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു പക്ഷേ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും സൗകര്യമുള്ള ടൗണാക്കിയത് മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഈ പദ്ധതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനങ്ങൾ നടത്തണം. ഈ മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തൽക്കാലം പലതും ചെയ്തു പോകുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ മഴ കഴിയുന്നതോടുകൂടി റോഡ് പണി പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ, തുടങ്ങാനല്ല പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ അതിന് KSEBയുടെ ഭാഗത്തു നിന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കണം. നിലവിൽ ഓങ്ങല്ലൂർ വരെ ആദ്യഘട്ട റബ്ബറൈസിംഗും ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള ഒന്നാംഘട്ട പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ഓങ്ങല്ലൂരിൽ പഴയ റോഡ് പൊളിച്ച് ലെവലിംഗ് അടക്കമുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത്. മിൽമ വരെയാണ് പ്രവൃത്തി നടത്തുക. തുടർന്ന് പട്ടാമ്പി നഗരത്തിലേക്കും പ്രവൃത്തികൾ ആരംഭിക്കും. ഇതിനു മുമ്പ് പാതയോരത്തെ മരങ്ങൾ മുറിച്ചു നീക്കൽ, വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കൽ, ജൽജീവൻ മിഷൻ പൈപ്പിടൽ, കയ്യേറ്റമൊഴിപ്പിക്കൽ എന്നീ പ്രവൃത്തികൾ നടപ്പാക്കണം. ഇതിന്റെ ഭാഗമായാണ് റവന്യൂ, വാട്ടർ അതോറിറ്റി, KSEB, പൊതുമരാമത്ത് വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. കിഫ്ബി വഴി അനുവദിച്ച 85 കോടി രൂപ ചെലവിൽ KRFBയുടെ മേൽനോട്ടത്തിലാണ് റോഡ് നവീകരിക്കുന്നത്. ആദ്യഘട്ട നവീകരണം പൂർത്തിയായ ചുവന്നകേറ്റ്, വാടാനാംകുറിശി ഭാഗങ്ങളിൽ അഴുക്കുചാൽ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. കരിമ്പുഴ എലമ്പുലാശ്ശേരി കരുണാകര UP സ്കൂളിന്റെ 75ാം വാർഷികം വിപുലമായി ആഘോഷിക്കും. സെപ്റ്റംബർ 13-ന് ആരംഭിക്കുന്ന വാർഷികാഘോഷ പരിപാടി 2025 സെപ്റ്റംബർ 13 വരെ നീണ്ടു നിൽക്കും. മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തത്തോടെയായിരിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടി നടക്കുകയെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വീടില്ലാത്ത ഒരു കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആഘോഷങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ സ്കൂളിലെ സ്റ്റേജ് നവീകരിക്കൽ, സ്കൂൾ ചരിത്രത്തിന്റെ ഡോക്യുമെന്ററി നിർമ്മാണം, 75 വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ, അവധിക്കാല ക്യാമ്പ് തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് സ്കൂൾ മാനേജർ P. ഹരിഗോവിന്ദൻ, പ്രധാനാധ്യാപകൻ K. രാമദാസൻ, PTA പ്രസിഡന്റ് KK ഷൗക്കത്ത്, PM നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾ വിനിമയം ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതും ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടപ്പിലാക്കും. കുട്ടികളെ സൈനിക സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാൻ പ്രാപ്തരാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ജൂബിലി ആഘോഷ പരിപാടികൾ നടക്കുക എന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. എളമ്പുലാശ്ശേരി കരുണാകര UP സ്കൂൾ അതിൻ്റെ 75ാം വാർഷികം ഈ വരുന്ന സെപ്റ്റംബർ 13 മുതൽ അടുത്ത സെപ്റ്റംബർ 13 വരെ ഒരു വർഷക്കാലം നമ്മൾ വരുന്ന ഉത്സവമായി ആഘോഷിക്കുകയാണ്. ഈ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സാധാരണ വിദ്യാലയങ്ങളിലൊക്കെ വിദ്യാലയത്തിലെ സ്മാരകം ഉണ്ടാവും. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത് സ്വാഗത സംഘം കൂടി ആ സ്കൂളിൽ പഠിക്കുന്ന ഏറ്റവും അർഹതയുള്ള ഒരു കുട്ടിക്ക് ഒരു വീടും നൽകി കൊടുക്കാനാണ് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി. അത്തരത്തിലുള്ള നിരവധി പരിപാടികളുമായി നമ്മൾ ഒരു വർഷം ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ വിശദീകരിക്കാം. ഇതിനൊരു സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഗത സംഘത്തിൽ ചെയർമാൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നെ വർക്കിംഗ് ചെയർമാൻ ഞങ്ങളുടെ PTA പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ ഷൗക്കത്താണ്. പിന്നെ ജനറൽ കൺവീനർ ഞങ്ങളുടെ ഹെഡ്മാസ്റ്റർ പ്രിയപ്പെട്ട ശ്രീ നവദാസ് മാഷാണ്. അതിൻ്റെ എല്ലാമായി ഞങ്ങളുടെ ഹെഡ്മാസ്റ്റർ ശ്രീ PM നാരായണ മാഷ്. സാധാരണ സ്കൂളിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, SSK ഉണ്ടാവും. അതുപോലെ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ MLAയുടെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുണ്ട്. പിന്നെ വിവിധ
സ്കൂൾ ക്ലബ്ബുകളുണ്ട്. ഇവരെ എല്ലാം എങ്ങനെയൊക്കെ പരിപാടികളിൽ ഓരോന്നിലും ഇണക്കി ചേർക്കാൻ പറ്റുന്നുള്ളത് അതിൻ്റെയൊക്കെ ഒരു വിശദമായ രൂപം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഇവരുടെ എല്ലാം സഹകരണം തേടിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ പ്രവർത്തനങ്ങൾ, ഇവരെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സെപ്റ്റംബർ 13-നാണ് നമ്മുടെ ആഘോഷങ്ങളുടെ തുടക്കം. അത് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് MLA-യും അതുപോലെ നമ്മുടെ സംഗീതനാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരകുട്ടിമാരും പങ്കെടുക്കുന്നതായിരിക്കണം. അത് ഫൈനലൈസ് മുഴുവൻ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇംഗ്ലീഷ്, ഹിന്ദി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് 25 ലക്ഷം രൂപ ആണ് നമ്മുടെ ഒരു മതിപ്പ് ചെലവായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ 13-ന് ആരംഭിക്കുന്ന വാർഷികാഘോഷ പരിപാടി ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാറിന്റെ സാന്നിധ്യത്തിൽ പ്രശസ്ത വാദ്യകലാകാരനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ഓണക്കാലത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി ചന്തവുമായി പുഞ്ചപ്പാടം AUP സ്കൂൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമ്മുടെ സ്കൂളുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 10 സ്കൂളുകളുണ്ട്. എന്നാൽ പോലും പൂക്കോട്ട് ഗ്രാമപഞ്ചായത്തിലെ LP സ്കൂളാണ് ഇങ്ങനൊരു പ്രവൃത്തി ആദ്യമായി ഏറ്റെടുത്തതും. നമ്മുടെ കൃഷിഭവൻ മുഖേന അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ അധികൃതരെല്ലാം നീക്കിയത്. അതിനാദ്യമായി AUP സ്കൂളിലെ എല്ലാ അധ്യാപകരെയും HM നമ്മുടെ സ്മിത ടീച്ചർ ഒരു എങ്ങനെയാണ്, കാരണം എന്തെങ്കിലും ഒരു വഴിപാട് പോലെ അല്ല ഒരു പ്രവർത്തനം ഏറ്റെടുത്തത്. അവരുടെ ആത്മാർത്ഥത ഏറ്റവും കൂടുതൽ 200% ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രവൃത്തി ഏറ്റെടുത്തത്. അതിന്റെ ഒരു റിസൾട്ടാണ്, ലക്ഷ്യമാണ് ഇന്ന് നമ്മൾ കൈവരിക്കുന്നത്. മുൻ പ്രധാനാധ്യാപകനും കർഷകനുമായ KP ശ്രീനിവാസൻ സൗജന്യമായി വിട്ടു നൽകിയ 75 സെന്റ് സ്ഥലത്താണ് അധ്യാപകരും കുട്ടികളും ചേർന്ന് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനത്തിൽപ്പെട്ട മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കളാണ് തോട്ടം നിറയെ. വിത്തുപാകൽ മുതൽ കൃഷിയുടെ എല്ലാ പ്രവൃത്തികളിലും കുട്ടികളുടെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന ആലോചനയിലാണ് ചെണ്ടുമല്ലി കൃഷി എന്ന ആശയം ഉയർന്നു വന്നത്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാഴ്ചയുള്ളതുമായ ഒരു സ്ഥലമായിരുന്നു അതിനാവശ്യം. അങ്ങനെ സ്കൂളിലെ മുൻ അധ്യാപകനായ ശ്രീനിവാസൻ മാഷുടെ കൃഷിയിടത്തിൽ 60 സെന്റ് സ്ഥലം കണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ കൃഷിയിടം സന്ദർശിച്ചു. 60 സെന്റ് സ്ഥലമായിരുന്നു മുൻ അധ്യാപകനായ ശ്രീനിവാസൻ മാഷ് ഞങ്ങൾക്ക് കൃഷി ചെയ്യാനായി സമ്മാനിച്ചത്. മണ്ണ് ഉഴുതുമറിക്കാനായി ടില്ലറായിരുന്നു ഉപയോഗിച്ചത്. അതിനുശേഷം മേൽവളമായി ചാണകപ്പൊടിയും കുമ്മായം വിതറി. ജൈവവളം കൂടുതലും രാസവളവും കുറച്ചും ഉപയോഗിച്ചാണ് ഞങ്ങൾ കൃഷി നടത്തിയത്. ഇത് പ്രകൃതിക്കും ഞങ്ങൾക്കും ദോഷകരമല്ല. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വാർഡംഗം C. ജയശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ഉപകൃഷി ഓഫീസർ TG റാണി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ NP പ്രിയേഷ്, ശ്രീകൃഷ്ണപുരം കൃഷി ഓഫീസർ ആഷ്നി, PTA പ്രസിഡന്റ് A. ഹരികൃഷ്ണൻ, സുരേഷ് കുമാർ, മുൻ അധ്യാപകരായ KP ശ്രീനിവാസൻ, ഷീജ, P. ജയശ്രീ, VP ബാലകൃഷ്ണൻ, പ്രധാനാധ്യാപിക VP സ്മിത, ഷീബ NR എന്നിവർ സംസാരിച്ചു. മികച്ച രീതിയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ ആവണി കൃഷ്ണ M, ഇഷാനി P, വിജയ് AP, സായി കൃഷ്ണ P, ആരാധ്യ MM എന്നീ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 11 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച കൊപ്പം പഞ്ചായത്തിലെ പുതുമനത്തുരുത്ത് റോഡിന്റെയും കോളനിയുടെയും ഉദ്ഘാടനം പ്രസിഡന്റ് ഗീത മണികണ്ഠൻ നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. റഷീദ്, പഞ്ചായത്ത് മെമ്പർ AP അഭിലാഷ്, AP രാമദാസ്, ഖിളർ പുലാശ്ശേരി, രവി സരോവരം തുടങ്ങിയവർ പങ്കെടുത്തു. ചെയ്തിട്ടുള്ളത്. അപ്പോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായിട്ട് SC ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ SC കോളനികൾ നവീകരിച്ചും റോഡ് നവീകരിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ ഈ ഭരണസമിതി വന്നതിൻ്റെ ശേഷം ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇടവേള.
വാർത്തകളിലേക്ക്. വൃക്കരോഗിയായ യുവാവിനെ സഹായിക്കാൻ നാട്ടുകാർ ഒന്നിച്ചു. മെഗാ ബിരിയാണി ചലഞ്ചിലൂടെ 15,500 ബിരിയാണി പാക്കുകൾ വിതരണം ചെയ്ത് 18,60,000 രൂപ സമാഹരിച്ചു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മാമ്പ്രപ്പടിയിലെ ചിറക്കൽ റഫീഖിന്റെ ചികിത്സയ്ക്കാണ് നാട്ടുകാർ ഒരു മനസ്സോടെ രംഗത്തിറങ്ങിയത്. വൃക്കരോഗിയായ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ നാടൊന്നിച്ചു. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് നടത്തി 18,60,000 രൂപ സമാഹരിച്ചു. 15,500 പാക്കറ്റ് ബിരിയാണിയാണ് വിതരണം ചെയ്തത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, യുവാക്കൾ, യുവസംഘടനാ പ്രവർത്തകർ, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തകർ, മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർ പങ്കാളികളായതോടെ മെഗാ ബിരിയാണി ചലഞ്ച് വൻ വിജയമായി. നഗരസഭാ കൗൺസിലർ പത്തത്ത് ആരിഫ്, AK സലാം, T സക്കീർ, M മുഹമ്മദ് കുട്ടി, ജംഷീർ മാങ്കായി തുടങ്ങിയവർ ഭാരവാഹികളായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി തയ്യാറാക്കി വിതരണം ചെയ്തത്. കുന്നപ്പള്ളിയിലെ റഫീഖ് ചികിത്സാ സമിതി എന്ന രീതിയിൽ ഒരു കമ്മിറ്റി സംഘടിപ്പിക്കുകയും നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലുള്ള കുന്നപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ചാരിറ്റി പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ അവരെല്ലാവരും കൈമൈ മറന്ന് സഹകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ പരസ്യങ്ങളൊക്കെ കൊടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വഴി നമ്മൾ കുറച്ച് കാശ് സംഘടിപ്പിച്ചു. ആ കാശ് തികയാതെ വന്നപ്പോഴാണ് നമ്മൾ പുതിയ മാർഗങ്ങളിലേക്ക് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് ബസ് തൊഴിലാളികളും ബസ് ഓണേഴ്സിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു സഹകരണത്തോടു കൂടി ബസ്സിൽ കളക്ഷൻ നടത്തി. അതിൽ ഏകദേശം 5 ലക്ഷത്തോളം രൂപ സംഘടിപ്പിച്ചു. ഇന്നിവിടെ നടക്കുന്നത് കുന്നപ്പള്ളിയിൽ അതല്ലെങ്കിൽ പെരിന്തൽമണ്ണയുടെ സമീപ പ്രദേശങ്ങളിൽ ഇന്നോളം കാണാത്ത രീതിയിലുള്ള ഒരു ബിരിയാണി ചാലഞ്ചാണ്. ഞങ്ങളുടെ ലക്ഷ്യം 10,000 പാക്കറ്റുകളായിരുന്നു. ഇപ്പോൾ 15,000 കടന്ന് 15,500 പാക്കറ്റുകളാണ് ഇന്ന് ഇവിടെ റെഡിയായി നമ്മൾ വിതരണം ചെയ്തത്. കുന്നപ്പള്ളി KCMC ഓഡിറ്റോറിയത്തിലാണ് ബിരിയാണി പാചകം ചെയ്തത്. ഇവിടെ നിന്ന് തന്നെ പാക്കിംഗ് ചെയ്ത പൊതികളാക്കി. കൂലിയൊന്നും ഈടാക്കാതെ കുന്നപ്പള്ളിയിലെ പാചകക്കാർ ബിരിയാണി വെച്ച ഈ ഉദ്യമത്തോട് സഹകരിച്ചു. 70ഓളം പാചകക്കാർ ചേർന്നാണ് ബിരിയാണി തയ്യാറാക്കിയത്. അരിയും കോഴിയും മറ്റ് മുഴുവൻ സാധനങ്ങളും സ്പോൺസർ ചെയ്ത വ്യക്തികളും സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നു. 15,500 പാക്കറ്റ് ബിരിയാണിക്ക് 2,000 കിലോ അരിയും 4,000 കിലോ കോഴിയിറച്ചിയും ഉപയോഗിച്ചു. ബിരിയാണി പാക്കറ്റുകൾ പറഞ്ഞ സമയത്ത് തന്നെ ഓർഡർ തന്നവരിലേക്ക് എത്തിച്ചു. 800 പൂർത്തിയായിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അടുത്തത് അടിവാരത്തേക്ക് 500, അടിവാര 500, അത് കഴിഞ്ഞ വാൻസാല 500 കൊടുക്കുക. ആരോഗ്യ വകുപ്പിന്റെ സൂചന അഭ്യർത്ഥനയാണ്. ക്യാപ്പ്, ഗ്ലൗസ് എല്ലാവരും നിർബന്ധാക്കണം. സപ്ലൈക്കുള്ള ആളുകളെ കുറെ ആളുകൾ അവിടെ ഇവിടെ കൂടിക്കണമെന്ന് വഴിമാറി കൊടുക്കണം. മറ്റുള്ളവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണം. ജോലി ചെയ്യുന്നവർക്കുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കണം. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരുടെ ഉത്സാഹവും ഒത്തൊരുമയുമാണ് പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ കണ്ടത്. ഞങ്ങൾ ടാർജറ്റ് 10-12,000 ആയിരുന്നുവെങ്കിലും 15,500 വന്ന് ഇത് നിന്നു. ഇതിൽ 9,000 വീടുകൾ നമ്മുടെ പ്രദേശത്ത്, കുന്നപ്പള്ളി പ്രദേശത്ത് തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. അതിന് പുറമെ സ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ട് 6,500 ഓർഡറുകളും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു വലിയൊരു നേട്ടമായി കുന്നപ്പള്ളിയെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ വളരെ ഒരു രേഖപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ സഹകരണമാണ് ഇതിൻ്റെ ഓഡിറ്റോറിയമായാലും 10 ദിവസത്തോളം ഞങ്ങൾ ഉപയോഗിച്ചത്. നിരന്തരം രാത്രി മീറ്റിങ്ങും പകൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വെപ്പുകാർ, കുന്നപ്പള്ളിയിലെ വെപ്പുകാരെ പറ്റി എല്ലാവർക്കും അറിയാം. അവരുടെ സഹകരണം, അവർ ഒരു 5-6 ടീമുകൾ ഇത് ബിരിയാണി പാചകം ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ 70-ൽ പരം തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് അവർ ഇത് നമുക്ക് സഹകരിച്ച് തന്നിട്ടുള്ളത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ നാട്ടുകാരുടെ ഉത്സാഹത്തെയും ആത്മാർത്ഥതയെയും നജീബ് കാന്തപുരം MLA അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് കുന്നപ്പള്ളി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പാചക തൊഴിലാളികളും പാചകക്കാരും ഉള്ള സ്ഥലമാണ്. ഏറ്റവും മനോഹരമായിട്ട് റഫീഖിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു. നാട്ടുകാരെല്ലാവരും, ക്ലബ്ബുകൾ, പൊതുജനങ്ങൾ, മഹല്ല് കമ്മിറ്റി, അതുപോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, ഇങ്ങനൊരു നാട് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നടത്തിയിട്ടുള്ള ഒരു തീവ്രയത്നം 100% വിജയിക്കുകയും 100%-ന് മേലെ അല്ലേ, 15,000 ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്, അത് 16,000-ലേക്ക് കടക്കുന്ന സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ്.
അപ്പോൾ നമ്മളിതൊക്കെ ഒരു കാണിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയമായിട്ടുള്ള ചിന്തകളില്ലാതെ എല്ലാവരും അത് മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാണ്. ഇപ്പോൾ ഈ പാചക തൊഴിലാളികൾ തന്നെ നിരവധി ആളുകളുണ്ട്. അവരൊന്നും ഒരു നയാ പൈസ അതിൻ്റെ പ്രതിഫലം പറ്റാതെ അവരുടെ എല്ലാ സംവിധാനങ്ങളും സൗജന്യമായി കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നിറയെ ചെറുപ്പക്കാരാണ്, പ്രായമുള്ളവരുണ്ട്, കാരണവന്മാരുണ്ട്. എല്ലാവരും കൂടി ഏറ്റെടുക്കുന്ന ഒരു കാര്യം നമുക്കൊരു ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ കാണിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മലബാറിൽ കാണുന്ന ഏറ്റവും വലിയൊരു കരുത്താണിത്. കാരണം നമ്മൾക്ക് മനുഷ്യർക്കാണ് വില. മനുഷ്യരുടെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഊർജിതമായിട്ടുള്ളൊരു ശ്രമമാണ്. തീർച്ചയായിട്ടും റഫീഖിൻ്റെ ചികിത്സ വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റഫീഖിന്റെ വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമായി 35 ലക്ഷം രൂപയാണ് വേണ്ടത്. നഗരസഭാ കൗൺസിലർ അമ്പിളി മനോജ് ചെയർമാനും സക്കീർ തങ്കയത്തിൽ കൺവീനറും PT മുഹമ്മദ് കുട്ടി ട്രഷററുമായ റഫീഖ് ചികിത്സാ സഹായ സമിതിയാണ് ഫണ്ട് സ്വരൂപിക്കുന്നത്. റഫീഖിന്റെ ചികിത്സ നടത്തുന്നതിന് വേഗത്തിൽ തുക കണ്ടെത്തുന്നതിനാണ് മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ലഹരിക്കെതിരെ ട്രെൻഡിംഗ് ഷോർട്ട് ഫിലിമുമായി ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റാണ് ഡെത്ത് ചോക്ലേറ്റ് എന്ന പേരിൽ ഷോർട്ട് ഫിലിം ഒരുക്കിയത്. ലഹരി ഉപയോഗത്തിന്റെ ദോഷഫലങ്ങൾ കുട്ടികളിലേക്കും യുവജനതയിലേക്കും എത്തിക്കുന്നതിനായാണ് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഷോർട്ട് ഫിലിം ഒരുക്കിയത്. സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി മാഫിയ എങ്ങനെ പിടിമുറുക്കുന്നു എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ 3400-ലേറെ പേർ കണ്ടുകഴിഞ്ഞു. NSS യൂണിറ്റിലെ സീനിയർ വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ഡെത്ത് ചോക്ലേറ്റ് എന്ന ടെലിഫിലിം തയ്യാറാക്കിയത്. +2 വിദ്യാർത്ഥി അംജദ് റിഷാനാണ് ടെലിഫിലിമിന്റെ സംവിധാനം നിർവഹിച്ചത്. പൂർണ്ണമായും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കൂളിലും പരിസരങ്ങളിലുമായാണ് ചിത്രീകരണം നടത്തിയത്. എഡിറ്റിംഗ് ഉൾപ്പെടെ പൂർണ്ണമായും കുട്ടികൾ തന്നെയാണ് ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചത്. NSS പട്ടാമ്പി ക്ലസ്റ്റർ കൺവീനർ ജയപ്രകാശ് ഡോക്യുമെൻ്ററിയുടെ ടീസർ പുറത്തിറക്കി. സ്കൂൾ മാനേജർ MP ഗോവിന്ദരാജൻ മാസ്റ്റർ ഡോക്യുമെൻ്ററി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സ്വിച്ച് ഓൺ നിർവഹിച്ചു. PTA പ്രസിഡന്റ് N മനോജ്, പ്രിൻസിപ്പൽ KB സുനിൽരാജ്, അധ്യാപകരായ M ജയശ്രീ, M മുഹമ്മദ് മുസ്തഫ, C അജിത എന്നിവർ സംസാരിച്ചു. അവരുടെ ഭാവിയെ പഠനത്തെ ബാധിക്കുന്ന അറിയില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഉപയോഗിച്ചിരുന്നു. ഇത് ഉപയോഗിച്ച് എന്തൊരു സുഖം കിട്ടുന്നത്, ആ സുഖത്തിന്റെ പിന്നാലെ പോയി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ താഴ്ന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ സന്ദേശം വേറിട്ട വഴികളിലൂടെ പകർന്നു നൽകി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ സാമൂഹ്യ പ്രവർത്തക വിഭാഗം വിദ്യാർത്ഥികളാണ് തെരുവു നാടകത്തിലൂടെ സന്ദേശം പകർന്നത്. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് കുപ്പൈ എന്ന പേരിൽ തെരുവു നാടകം അരങ്ങേറിയത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം വിദ്യാർത്ഥികളുടെ ദശദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് തെരുവു നാടകം അവതരിപ്പിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചെർപ്പുളശ്ശേരി നഗരസഭയിലെ മാലിന്യമുക്തം നവകേരള ക്യാമ്പയിൻ ഏറ്റെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് തെരുവു നാടകം സംഘടിപ്പിച്ചത്. മുൻപ് തൂത സെന്ററിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചിരുന്നു.
പെരിന്തൽമണ്ണ പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിലെ 2024-26 വർഷത്തെ വിവിധ ടെക്നിക്കൽ കോഴ്സുകളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. വർഷമായി പെരിന്തൽമണ്ണ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് പട്ടിക്കാട് ചുങ്കത്ത് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, AC എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളാണ് തിങ്കളാഴ്ച ആരംഭിച്ചത്. പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ K പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 1989 ഈ സ്ഥാപനം തുടങ്ങുന്നത്. മാഷ് പറഞ്ഞതുപോലെ 36 വർഷമായി ഈ സ്ഥാപനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പോളിടെക്നിക്കൽ രീതിയിലാണ് ഇവിടുത്തെ ക്യാമ്പസ്. എല്ലാവരും എന്നോട് പറഞ്ഞു, മാഷങ്ങൾക്ക് ഒരു പോളിടെക്നിക് കോളേജ് എന്തായാലും നല്ലത്. ആ സൗകര്യത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അൽക്കാമിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലായി 27ഓളം കോഴ്സുകൾ വിവിധ സ്ഥാപനങ്ങളായി നടത്തി വരുന്നുണ്ട്. പെർഫെക്റ്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അൽക്കാമിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പെർഫെക്റ്റ് ITI, അൽക്കാമിൽ ITI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അൽക്കാമിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫയർ ആൻഡ് സേഫ്റ്റി, നാഷണൽ ITI, നാഷണൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവയാണ് പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ. ചിട്ടയായ പാഠ്യപദ്ധതിയിലൂടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും പ്രാക്ടിക്കൽ എഡ്യൂക്കേഷനിൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് PSC അംഗീകൃത സർട്ടിഫിക്കറ്റാണ് പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൽകുന്നത്. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ മാനേജർ സൂപ്പി KM, മാനേജർ ശശിധരൻ, അധ്യാപകരായ അനസ്, സൈനുൽ ആബിദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച എഞ്ചിനീയറിംഗ് കോഴ്സുകളായിട്ടുള്ള ഓട്ടോമൊബൈല്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, AC എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളാണ് നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പറയപ്പെട്ട 4 കോഴ്സുകളും PSC അംഗീകൃതമാണ്. ഇത് ഇന്ന് ഏകദേശം 150ഓളം കുട്ടികൾ ഇന്ന് പ്രവേശനം എടുത്തു. എല്ലാ വിദ്യാർത്ഥികൾക്കും നാളെ ക്ലാസ് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ പുതിയ ക്യാമ്പസ് പട്ടിക്കാട് ചുങ്കത്ത് ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 20,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൽ കഴിഞ്ഞ ജൂൺ 10 ഇവിടെ ക്ലാസ് ആരംഭിച്ചു. വളരെ വിപുലമായ സൗകര്യത്തോടു കൂടി ഏകദേശം 18 ക്ലാസ് റൂമുകളും 10,000 സ്ക്വയർ ഫീറ്റ് ലാബുമാണ് നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ സമുച്ചയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗര നവീകരണ പ്രവർത്തനങ്ങൾ നീളുന്നത് ചെർപ്പളശ്ശേരി ടൗണിലെ യാത്ര ദുരിതപൂർണമാക്കുന്നു. കുഴികളും ചെളിയും നിറഞ്ഞുകിടക്കുന്ന നഗരത്തിൽ കാൽനടയാത്ര പോലും അസാധ്യം. ഓണമടുക്കെ നഗരം നേരിടുന്നത് രൂക്ഷമായ ഗതാഗത പ്രതിസന്ധി. ഒറ്റപ്പാലം വരോട് 4-ാം മൈലിലെ കരിങ്കൽ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് രാപ്പകൽ സമരം. CPM നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതിയാണ് സത്യാഗ്രഹം നടത്തുന്നത്. അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്നും ആവശ്യം. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ 3 മാസമായി SHO ഇല്ല. മോഷണം ഉൾപ്പെടെയുള്ള പ്രധാന കേസുകളുടെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിൽ വിഷയം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉടൻ നിയമനമുണ്ടാകുമെന്നും DYSP. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയൻ പ്രക്ഷോഭത്തിൽ. ഒറ്റപ്പാലത്തും മണ്ണാർക്കാടും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര കേരള സർക്കാരുകൾ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന നേതാക്കൾ. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം വീടുകളിൽ നിന്ന് തുടങ്ങണമെന്ന് നജീബ് കാന്തപുരം MLA. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പെരിന്തൽമണ്ണയിൽ MLAയുടെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാന അധ്യാപക അവാർഡിന്റെ തിളക്കത്തിൽ ശ്രീകൃഷ്ണപുരവും. ഈശ്വരമംഗലം ശ്രീരാമജയം LP സ്കൂൾ പ്രധാന അധ്യാപകൻ ദേവരാജനെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.